വെണ്ടുരുത്തി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നേവിയുടെ സദേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാന കേന്ദ്രവും പരിശീലന കേന്ദ്രവുമായിട്ടാണ്. ഈ വെണ്ടുരുത്തിയിൽ പുരാതനമായൊരു ദേവാലയം വന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഏകദേശം 1-ാം നൂറ്റാണ്ട് മുതൽ വെണ്ടുരുത്തി ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ചെറിയൊരു ദ്വീപായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി അത് പിന്നീട് മാറുകയുണ്ടായി. അതിന് കാരണം മുസിരിസിലേക്കുള്ള വാണിജ്യപാതയിലെ ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു വെണ്ടുരുത്തി. അങ്ങനെ ഇവിടെ 1-ാം നൂറ്റാണ്ടോ അതിനുശേഷമൊക്കെ തന്നെ നിരവധിയായ ആളുകൾ ഈ വെണ്ടുരുത്തിയിലും ഇതിൻ്റെ അടുത്ത കരകളിലുമൊക്കെ വരികയും താമസിക്കുകയും ചെറിയ ചെറിയ വ്യാപാരങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്വാഭാവികമായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്തീയ സമൂഹമൊക്കെ 3-4 നൂറ്റാണ്ടുകളിൽ പ്രബലമായി രൂപപ്പെട്ടപ്പോൾ ഇവിടെയും ഒരു ക്രിസ്തീയ സമൂഹം രൂപപ്പെട്ടു തുടങ്ങി. 1503 പോർച്ചുഗീസ് മിഷണറിമാരും പോർച്ചുഗീസ് നാവികരും കൊച്ചിയിലെത്തുമ്പോൾ കൊച്ചിയിലും വെണ്ടുരുത്തിയിലും കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിലും പ്രബലമായൊരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു. ഏകദേശം 100ഓളം ക്രൈസ്തവ പള്ളികളും അക്കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഈ പള്ളികളും ക്രൈസ്തവരും എന്നാൽ പേർഷ്യ, സിറിയ, ആൻറ്റിയോക്ക് തുടങ്ങിയ പേട്രിയാർക്കൽ സഭകളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ആദ്യമായി റോമൻ കത്തോലിക്ക സഭയുമായി പ്രബലമായ രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ഈ പോർച്ചുഗീസ് മിഷണറിമാരുടെ പ്രവർത്തന ഫലമായാണ്. അവരുടെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും തദ്ദേശീയ മെത്രാനായിരുന്ന മാർ അബൂന യാക്കോബിൻ്റെയും ശ്രമഫലമായി 1540-നും 1550-നും മധ്യേ കേരളത്തിലെ 15 തദ്ദേശീയ പള്ളികളാണ് ആദ്യമായി റോമൻ കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത്. അതിലൊരു പ്രധാന പള്ളിയാണ് വെണ്ടുരുത്തി പള്ളി. അന്ന് വെണ്ടുരുത്തി പള്ളിയുടെ പേര് സെയിൻറ്റ് മേരീസ് എന്നായിരുന്നു. 1599 ഉദയംപേരൂർ സൂനകദോസിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവനും റോമൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേർന്നു. സൂനകദോസ് കാനോനുകൾ പ്രകാരം റോമൻ കത്തോലിക്ക ആരാധനാക്രമം അനുഷ്ഠിക്കുന്നതിനാവശ്യമായ രൂപമാതൃകകളിൽ മാറ്റം വരുത്തുകയായിരുന്നു പിന്നീട് ചെയ്തത്. അതിനുവേണ്ടി ഇവിടെ നിലനിന്നിരുന്ന തദ്ദേശീയ ദേവാലയങ്ങളിൽ ഈ ആരാധനാക്രമാനുഷ്ഠാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയത്. അതിന് പ്രധാനമായും നിലനിന്നിരുന്ന ദേവാലയങ്ങളിലെ മധുബഹകളിൽ ചിത്രപ്പണികളും വിശുദ്ധരുടെ രൂപങ്ങളും സ്ഥാപിക്കപ്പെട്ടു. ദേവാലയത്തിൻ്റെ പ്രധാന ഹാളിനോട് ചേർന്ന് ബൃഹത്തായ മുഖപ്പ് പണിയപ്പെട്ടു. ദേവാലയത്തിനകത്ത് പാർശ്വഭിത്തിയിൽ ഉയരത്തിലുള്ള പ്രസംഗപീഠവും സ്ഥാപിച്ചു. മാമോദീസ നടത്തുവാനായി പ്രത്യേകമായുള്ള മാമോദീസ മുറികൾ സ്ഥാപിക്കപ്പെട്ടു. മിഷണറി കാലഘട്ടമായിരുന്നതിനാൽ യാത്ര ചെയ്തൊക്കെ വരുന്ന മിഷണറി വൈദികർക്ക് വ്യക്തിപരമായി ബലിയർപ്പിക്കുവാനായി പാർശ്വ അൾത്താരകളും ഇങ്ങനെയുള്ള തദ്ദേശീയ പള്ളികളിൽ സ്ഥാപിച്ചു. ഇങ്ങനെ രൂപമാറ്റം വന്ന വെണ്ടുരുത്തി പള്ളിയാണ് 1599 നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ദേവാലയത്തിന് 1676 വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ചു. പിന്നീട് അത് പുതുക്കി പണിതത് 1788 അന്നത്തെ വികാരിയായിരുന്ന ലൂക്ക പാദ്രിയും മിഗേൽ കപ്പിത്താൻ എന്ന അൽമായനും ചേർന്നാണ് അതിന് നേതൃത്വം നൽകിയത്. 1788 പുനർനിർമ്മിച്ച ഈ ദേവാലയമാണ് ഇപ്പോൾ വെണ്ടുരുത്തിയിൽ നിലകൊള്ളുന്നത്. കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു ഈ ദേവാലയം അന്ന്. 1887
ഈ ദേവാലയം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലേക്ക് മാറ്റി. അന്നാണ് ഈ ദേവാലയത്തിന് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും നാമധേയത്തിലേക്ക് മാറ്റപ്പെട്ടത്. ഇപ്പോഴത്തെ ദേവാലയം കാലാകാലങ്ങളിൽ പല രൂപമാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പ്രധാന വാസ്തുശില്പ വ്യതിയാനങ്ങൾ പുനരുദ്ധാരണ വേളയിൽ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ പ്രധാനമായും ഓടിട്ട മേൽക്കൂര അത് നേരത്തെ പൊളിച്ചു നീക്കിയെങ്കിലും വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ മരത്തിൽ തീർത്ത സീലിംഗ് അതും പൊളിച്ചു നീക്കിയിട്ട് ഫൈബറിൻ്റെതൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതും മാറ്റി വീണ്ടും നമ്മൾ മരത്തിൻ്റെ പഴയ സ്റ്റൈലിലേക്ക് തന്നെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പള്ളിയുടെ പ്രവശത്തുള്ള ബാൽക്കണി അതും പൂർണ്ണമായും പൊളിച്ചു നീക്കിയതാണ്. അത് നമ്മൾ പഴയ സ്റ്റൈലിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയുടെ വശത്തുള്ള ബാൽക്കണിയും അതും പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തി. പിന്നെയുള്ള മാമോദിസ മുറി അത് പൊളിച്ചു നീക്കി നാശമായി കിടക്കുകയായിരുന്നു. അതും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയും ഭംഗിയാക്കുകയും ചെയ്തു. പഴയ മാമോദിസ തൊട്ടി ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയത് നിർമ്മിച്ചതെങ്കിലും പഴയത് പൊട്ടിപ്പൊളിഞ്ഞ് പോയിരിക്കുകയായിരുന്നു. കരിങ്കലിൽ കൊത്തിയെടുത്ത ഒറ്റ രൂപത്തിലുള്ള തൊട്ടിയായിരുന്നു അത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ മാറ്റി അത് ശരിയാക്കി പഴയ സ്ഥലത്ത് തന്നെ പുതിയ മുറി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പാർശ്വങ്ങളിലുള്ള അൾത്താരകളും പൊളിച്ചു നീക്കിയതായിരുന്നു. അതും പുനരുദ്ധാരണ വേളയിൽ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു. കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഇവിടെ ഫലകങ്ങളിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങളിലൂടെ പ്രധാനമായും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1400-ലും 1599-ലും ഈ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഭാഗങ്ങൾ നിലവിലുള്ള അൾത്താരയിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി നിരവധി പേർ ഇവിടെ ഇത് കാണാനായിട്ട് വരാറുമുണ്ട്. എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എനിക്കന്ന് ഏകദേശം 4-5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ പള്ളിയുടെ എൻ്റെ ഈ വലതു ഭാഗത്ത് സിംതേരിയോട് ചേർന്നുള്ള വാതിലിനോട് ചേർന്ന് ഒരു പ്രസംഗപീഠമുണ്ടായിരുന്നു. അക്കാലത്ത് അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ആൻ്റണി റബിയോറച്ചൻ അവിടെ നിന്ന് വചനപ്രഘോഷണം നടത്തുന്നതും ദേവാലയത്തിൽ വന്നിരിക്കുന്നവരുടെ കൊണ്ട് ഗാനങ്ങൾ ആലപിക്കുന്നതും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് വന്ന ബഹുമാനപ്പെട്ട ലിയോപോൾഡ് കാനപ്പള്ളിയച്ചൻ അതിൻ്റെ എല്ലാം ജീർണാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അത് പൊളിച്ചു നീക്കപ്പെടുകയും ഇപ്പോൾ ഈ കാണുന്ന ഉണ്ണീശോയുടെ രൂപം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്ന വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും നാമധേയത്തിലുള്ള വെണ്ടുരുത്തി പള്ളി ഈ പള്ളിയുടെ ചരിത്രത്തിലെ 4ാമത്തെ ഘട്ടത്തിലാണ്. ആദ്യ ഘട്ടമെന്ന് പറയുന്നത് ഇവിടെ നിലനിന്നിരുന്ന ഏറ്റവും പുരാതനമായ ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട തദ്ദേശീയ പള്ളിയാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു പുരാതന ദേവാലയം ഇവിടെ നിന്നിരുന്നുവെന്ന് തെളിവുകൾ നമുക്കിവിടെയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാണ് ഈ അൾത്താര നവീകരിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും കിട്ടിയ കൂരയോടുകളുടെ അവശിഷ്ടങ്ങൾ. അത് ധാരാളമായി ഇപ്പോൾ നിലവിലുള്ള ദേവാലയത്തിൻ്റെ പണികളിൽ പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. അത് അൾത്താരയിൽ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷമുണ്ടായ പോർച്ചുഗീസ് മാതൃകയിലേക്ക് രൂപമാറ്റം വരുത്തിയ പള്ളിയുടെ അൾത്താര സ്ഥാപിച്ചിരുന്ന ഭാഗവും
ഈ ഫ്ലോറിൻ്റെ അടിയിൽ നമുക്ക് കാണാം. അതും തുടർ പഠനങ്ങൾക്കും മനസ്സിലാക്കുവാനും ഉതകും വിധം സംരക്ഷിച്ച് ചില്ലിട്ട് തറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുരാതന പള്ളിയുടെ മധുബഹയിൽ സ്ഥാപിച്ചിരുന്ന കുരിശിൻ്റെ കുഴി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ ഭിത്തികൾ ഇവിടെ കാണുവാൻ സാധിക്കും. തുടർ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും വേണ്ടി അതും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. റോമൻ നവോത്ഥാന കാലഘട്ടത്തിലെ വാസ്തുശില്പ മാതൃകയാണ് ഈ ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. വാതിലുകളിലും മധുബഹയിലും ഉപയോഗിച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള ആർച്ചുകൾ, ഇരട്ട തൂണുകളും അതിൻ്റെ തലക്കെട്ട് പണികളും അലങ്കാരപ്പണികളും ഇവയൊക്കെ വരുന്നത് റോമൻ നവോത്ഥാന കാലഘട്ടത്തിലെ വാസ്തുശില്പ മാതൃകകളിൽ നിന്നാണ്. ഈ പള്ളിയുടെ വരാന്ത പിന്നീട് സ്ഥാപിക്കപ്പെട്ടതാണ്. തദ്ദേശീയ പള്ളികൾക്ക് വരാന്തകളോ ബാൽക്കണികളോ ഇല്ലായിരുന്നു. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുവാൻ തക്കവിധം ആ പള്ളികളോട് ചേർത്ത് വരാന്തകളും ബാൽക്കണികളും പിന്നീട് സ്ഥാപിക്കപ്പെട്ടു. ഈ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള വാതിലുകളിൽ ഇടതുഭാഗത്തുള്ള വാതിലിൻ്റെ മുകളിലായി കാണുന്നത് ബൈസൻ്റൈൻ കലയിലെ ഒരു സിംബളാണ്. 2 മയിലുകൾ മുന്തിരിക്കുലയിൽ നിന്നും പഴം ഭക്ഷിക്കുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊരു നിത്യജീവൻ്റെ പ്രതീകമാണ് ബൈസൻ്റൈൻ കലയിൽ. അതിലൂടെ സൂചിപ്പിക്കുന്നത് ഈ വാതിലിലൂടെ ജീവൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നാണ്. അതിനെതിർവശത്തായുള്ള മറ്റൊരു വാതിൽ നേരെ തുറക്കുന്നത് സിമിത്തേരിയിലേക്കാണ്. ജീവൻ്റെ കവാടത്തിലൂടെ പ്രവേശിച്ച് നിത്യജീവൻ്റെ അപ്പം ഭക്ഷിച്ച് നിത്യജീവൻ്റെ സ്ഥലത്തേക്ക്, അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകുന്നു. അങ്ങനെ ഈ 2 കവാടങ്ങൾ മാത്രമേ ഈ ദേവാലയത്തിന് പ്രാരംഭ ദശയിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് കാലങ്ങളിൽ ഇതിന് പല മാറ്റങ്ങളും വരുത്തുകയുണ്ടായി. അതിലൊന്നാണ് പിന്നീട് സ്ഥാപിച്ച ഒരു പ്രവേശന കവാടം. അതുപോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന 3 ജനലുകളും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സ്ഥാപിച്ചതാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണുന്ന പള്ളികളുടെ മുഖപ്പ് ബറോക്ക് നിയോ റോമൻ ശൈലിയിലാണ് പണിയപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അടിസ്ഥാന മാതൃക എന്ന് പറഞ്ഞാൽ റോമിലുള്ള ജേസു ചർച്ചാണ്. ഈ ജേസു ചർച്ചാണ് ഈശോ സഭാ വൈദികരുടെ മാതൃദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. മിഷൻ പ്രവർത്തനത്തിന് അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ ഈ അടിസ്ഥാന മാതൃകയും കേരളത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ രൂപമാറ്റങ്ങളോടുകൂടെ ഇവിടെയുള്ള പള്ളികളിൽ പണിയുകയും ചെയ്തു. ഈ ശൈലിയുടെ പ്രത്യേകത ടസ്കൻ ഓർഡറിലുള്ള ഇരട്ട തൂണുകൾ കൊണ്ട് മുഖപ്പ് 4 ഭാഗങ്ങളായി ലംബമായി തിരിച്ചിരിക്കുന്നു. മുകളിലേക്ക് 4 തട്ടുകളായി തിരശ്ചീനമായ ബോർഡറുകൾ കൊണ്ട് തിരിക്കുന്നു. ജേസു ചർച്ചിൽ നിന്നും വ്യത്യസ്തമായി വെണ്ടുരുത്തിപ്പള്ളിയുടെ മുഖപ്പ് പസോവാൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊസോവാൻ എന്ന ആർക്കിടെക്റ്റാണ് ഈ ശൈലിയുടെ ഉപജ്ഞാതാവ്. അതിൻ്റെ പ്രത്യേകത നടുഭാഗം ഉയർന്നു നിന്നുകൊണ്ട് 2 വശങ്ങളിലേക്കും ഒഴുകിയിറങ്ങുന്ന ചുരുളുകളോടുകൂടിയ ബോർഡറുകളാണ് അതിന് കൊടുക്കുക. ഈ ബോർഡറുകളെല്ലാം ടസ്കൻ ഓർഡറിലുള്ള ഇരട്ട പിലാസ്റ്റേഴ്സും
തിരശ്ചീനമായി ഓരോ ലെയറിനും വരുന്ന ബോർഡറുകളും മുഖപ്പിന് നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു അഭൗമിക കാഴ്ച നൽകുന്നു. ഈ ശൈലിയുടെ പ്രത്യേകത അതാണ്. ഈ ബോർഡറുകളാകട്ടെ നിരവധി ചെറിയ അരഞ്ഞാണുകളാൽ അലങ്കൃതമാണ്. അതിലേക്ക് വെളിച്ചം വീഴുമ്പോൾ ഈ ചെറിയ ചെറിയ എല്ലാ അരഞ്ഞാണുകളിലും നിഴലും വെളിച്ചവും ക്രമീകരിക്കപ്പെടുകയും അങ്ങനെ ഈ മുഖപ്പ് നിഴലും വെളിച്ചവും വേർതിരിച്ച് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയായി മാറുകയും ചെയ്യും. മുഖപ്പും ഈ ദേവാലയത്തിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകളിൽ കുമ്മായ മിശ്രിതവും മറ്റു പല ഭാഗങ്ങളിൽ സുർക്കി മിശ്രിതവും ചേർത്താണ്. ഈ ചെങ്കല്ലുകളുടെ വലിപ്പവും അതിൻ്റെ ശൈലിയും വൈപ്പിക്കോട്ടയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെങ്കല്ലുകൾക്ക് സമാനമാണ്. പള്ളിയുടെ ഉൾഭാഗത്തെ ഭിത്തികളിൽ, ഇരുവശമുള്ള ഭിത്തികളിൽ ടസ്കൻ ഓർഡറിലുള്ള പിലാസ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവ റോമൻ ആർച്ചുകളാൽ ബന്ധിപ്പിച്ച് ലളിതമായ അലങ്കാരം ചെയ്തിരിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ മനോഹരമായ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ ചിത്രീകരണമാണ് പ്രധാനമായും നമുക്കവിടെ കാണാൻ സാധിക്കുക. സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ സംവഹിക്കപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപമാണ് നടുഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലും സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും രൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ അൾത്താരയിൽ ഏറ്റവും മുകളിലായി ചിത്രീകരിച്ചിരിക്കുന്നത് സ്വർഗാരോപിതയാകുന്ന പരിശുദ്ധ മറിയത്തെ കിരീടമണിയിക്കുവാൻ കിരീടം സംവഹിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ദിവ്യമായ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഉതകുന്ന മനോഹരമായ പുരാതനമായ ഈ അൾത്താര ഇന്നും യാതൊരു കേടും കൂടാതെ ഇവിടെ നിലനിൽക്കുന്നു. അൾത്താരയിലെ റത്താൾ പൂർണ്ണമായും മരത്തിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ബറോക്ക് ശൈലിയിലാണ് ഈ അൾത്താര റത്താൾ കൊത്തിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും വിദേശ നിർമ്മിതമാണ്. ഇവിടെ കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ റത്താളിൻ്റെ പെയിൻറ്റിങ് രീതി എസ്റ്റഫാദോ ശൈലിയാണ്. ഈ ശൈലിയുടെ പ്രത്യേകത ആദ്യം ഗോൾഡ് ഫോയിൽ ഒട്ടിക്കുകയും അതിൻ്റെ പുറത്ത് പെയിൻറ് ചെയ്യുകയും ഗോൾഡ് ഫോയിൽ കാണേണ്ട ഭാഗം പെയിൻറ് ചീവിക്കളഞ്ഞ് ഗോൾഡ് ഫോയിൽ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള പെയിൻറ്റിങ് ശൈലിയാണ് ഈ റത്താൾ ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. കൊറിന്ത്യൻ ശൈലിയിലുള്ള 3 വീതമുള്ള 4 സെറ്റ് തൂണുകൾ ഈ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ തൂണുകളും റത്താളിൻ്റെ എല്ലാ ഭാഗങ്ങളും മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കൊത്തുപണികളിൽ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടീവ്സ് അക്കാന്തസ് ചെടികളുടെ ഇലകൾ, ഗോതമ്പ് കതിരുകൾ, മുന്തിരിവള്ളികൾ എന്നിവയാണ്. ഇവയുടെ കൊത്തുപണികൾ കൊണ്ട് പൂർണ്ണമായും ഈ റത്താൾ അലങ്കരിച്ചിരിക്കുന്നു. കൊറിന്ത്യൻ ശൈലിയിലുള്ള ഈ തൂണുകളുടെ മുകൾ ഭാഗം റോമൻ ലീഫ് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഈ റത്താളിൽ സ്ഥാപിച്ചിരിക്കുന്ന 3 രൂപങ്ങളുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും. ഈ രൂപങ്ങളുടെ പ്രത്യേകത ഇത് ചെയ്തിരിക്കുന്ന ശൈലി ഇൻകാർനാസിയോ ശൈലിയാണ്. ഇത് ഒരു സ്പാനിഷ് ശൈലിയാണ്. സ്പെയിനിലെ അന്തലൂസിയ പ്രവിശ്യയിലാണ് ഇപ്രകാരമുള്ള രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ട് കാണാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത മരക്കഷണങ്ങൾ ചേർത്ത് വെച്ച്
ഉള്ള് പൊള്ളയായിട്ടാണ് ഈ രൂപങ്ങൾ കാർവ് ചെയ്ത് എടുക്കുന്നത്. പല പല കഷണങ്ങളായി കാർവ് ചെയ്ത് ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുഖം ഒരു മാസ്ക് പോലെ ആദ്യം നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിലൂടെ സ്ഫടികത്തിൽ നിർമ്മിച്ച കണ്ണുകൾ സ്ഥാപിച്ച് ഇത് തലയോട് ചേർത്ത് വെക്കുന്നു. അങ്ങനെ നിർമ്മാണ രീതി വളരെ പ്രത്യേകതയുള്ള രൂപങ്ങളാണിത്. ഇന്ത്യയിൽ തന്നെ അപൂർവമായി ഇപ്രകാരമുള്ള രൂപങ്ങൾ കാണാറുള്ളൂ. റത്താൾ പൂർണ്ണമായും ബറോക്ക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും അതിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള സക്രാരി ബൈസൻ്റൈൻ ശൈലിയാണ് നമ്മൾ കാണുന്നത്. ബൈസൻ്റൈൻ ശൈലിയിലുള്ള മാലാഖമാരുടെ ചിത്രങ്ങളും മറ്റ് ചിത്രങ്ങളും ഈ സക്രാരിയുടെ മുൻഭാഗത്ത് പെയിൻറ് ചെയ്തിട്ടുണ്ട്. 3 വാതിലുകൾ അടങ്ങുന്ന ഒരു മുഖപ്പ് പോലെയാണ് ഈ സക്രാരി, ബൈസൻ്റൈൻ രീതിയിലുള്ള ഈ സക്രാരി ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും മരത്തിൽ തീർത്ത ഈ സക്രാരിയും ഈ റത്താളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ അൾത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ തൈല പേടകം. സാധാരണ മറ്റ് പുരാതന പള്ളികളിലൊന്നും കാണാത്ത ഒന്നാണിത്. മാമോദീസ, സ്ഥൈര്യലേപനം, രോഗീലേപനം എന്നിവ നൽകുന്ന വിശുദ്ധ തൈലങ്ങൾ സൂക്ഷിക്കുന്ന പേടകമാണിത്. പുരാതന കാലം മുതലേ ഇവിടെയാണ് ഈ തൈലങ്ങൾ സൂക്ഷിക്കുന്നത്. ഇന്നും ഈ തൈലങ്ങൾ ഇതിനകത്ത് തന്നെയാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുരാതന ദേവാലയങ്ങളിൽ കാണുന്ന എണ്ണയൊഴിച്ച് കത്തിക്കുന്ന കിടാവിളക്കാണിത്. ഇത് ഇങ്ങനെ വലിച്ച് താഴ്ത്തി എണ്ണയൊഴിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. അൾത്താരയിൽ പരിശുദ്ധ കുർബാനയുടെ അടയാളമായി സ്ഥാപിക്കേണ്ടത് എണ്ണയൊഴിച്ച് കത്തിക്കുന്ന കിടാവിളക്കാണ്. അതുകൊണ്ട് ഇന്നും ഈ വിളക്ക് ഇവിടെ അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഈ അൾത്താരയിലെ 4 സെറ്റ് തൂണുകളുടെ അടിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് 4 സുവിശേഷകരുടെ രൂപങ്ങളാണ്. അൾത്താരയിൽ കൊത്തിയിട്ടുള്ള എല്ലാ ചിത്രപ്പണികളും പാശ്ചാത്യ ശൈലിയിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇതിൻ്റെ പിൻഭാഗത്ത് ജോയിൻറ്റുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് പഴയ മലയാളം ഭാഷയിലെ അക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ വിദേശത്ത് നിന്ന് കൊത്തി ഇത് കൊണ്ടുവന്നെങ്കിലും ഇവിടെയുള്ള പണിക്കാർ തന്നെയാണ് ആ ജോയിൻറ്റുകളിൽ മലയാളം പഴയ അക്കങ്ങൾ രേഖപ്പെടുത്തുകയും ഇതിവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് വെണ്ടുരുത്തി. അന്നും ഇന്നും കൃഷി ചെയ്ത് ജീവിക്കുന്ന കൃഷിക്കാരായിരുന്നു ഏറ്റവും അധികം ഇവിടെ താമസിച്ചിരുന്നത്. വർഷം തോറും വരുന്ന പേമാരി അവരതിജീവിക്കുന്നതിന് വേണ്ടി വെണ്ടുരുത്തി ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇന്ന് വെണ്ടുരുത്തി പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ടെൻറ്റ് കെട്ടി താമസിച്ച് അതിനെ അതിജീവിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ ഭക്ഷണം, ശേഖരിച്ചു വെച്ച ഭക്ഷണങ്ങൾ തീരുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പേമാരി തുടരുകയും ചെയ്ത കാലഘട്ടത്തിൽ വെണ്ടുരുത്തി പള്ളിയിലേക്ക്, പള്ളിയിരിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒരു അമ്മയും കുഞ്ഞും വള്ളത്തിൽ വരികയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും മരുന്നും ആ വള്ളത്തിൽ കൊണ്ടുവരികയും അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിച്ച് അവരെ നല്ല രീതിയിൽ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടരുകയും ചെയ്തു. ഇതേ സമയം തന്നെ അറബിക്കടലിൽ ഒരു കപ്പൽ, പാക്കപ്പൽ, അതിൻ്റെ പാമരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും
അവർ ദിക്കറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കരയിൽ കൃഷി ചെയ്ത വൈക്കോലിന് തീപിടിക്കുകയും ആ ഉയർന്ന് പൊങ്ങുകയും പുകച്ചുരുളുകൾ ഉയർന്നു പൊങ്ങുകയും ചെയ്തതിൻ്റെ ഫലമായി കപ്പലുകാർക്ക് കര തിരിച്ചറിയാനും ഈ കരയിലേക്ക് അവർക്ക് കടന്നു വരാനും കഴിഞ്ഞു. അങ്ങനെ ആ കപ്പൽ ഈ വെണ്ടുരുത്തിക്കരയിൽ വന്ന് അതിൻ്റെ പാമരത്തിൻ്റെ കേടുപാടുകൾ തീർക്കുകയും ഇവിടെയുള്ള ജനങ്ങളെ വിളിച്ച് കൂട്ടി അവർ കപ്പലിൽ കണ്ടതും ഇവിടുന്ന് തീ ഉയർന്നതും രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടായതിൻ്റെ കാര്യത്തെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ആ തീയിലൂടെ ഇവിടെ ദൃശ്യമായ ഒരു മാതാവിൻ്റെ രൂപമാണ്. ആ മാതാവിൻ്റെ രൂപവും ഞങ്ങളിവിടെ നിർമ്മിച്ച് ഒരു ചെറിയ കപ്പേള ഇവിടെ നിർമ്മിക്കുകയാണെന്ന് പറഞ്ഞ് ആ തീച്ചുരുൾ കണ്ട ഇന്ന് കൊച്ചിൻ പോർട്ടിൻ്റെ കയറ്റുമതി ഇറക്കുമതി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ എറണാകുളം വാർഫിൻ്റെ ഭാഗമായിരുന്നു. ആ ഭാഗത്ത് ആ കപ്പേള സ്ഥാപിക്കുകയും വർഷങ്ങളോളം ആ കപ്പേള അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്ത് കൊച്ചിൻ പോർട്ടിന് സ്ഥലമെടുത്ത് ഇന്ത്യൻ നേവിയുടെ സ്ഥലമെടുക്കലിൻ്റെ ഭാഗമായി ആ കപ്പേള അന്ന് അവിടെ നിന്ന് നീക്കി വെണ്ടുരുത്തിപ്പള്ളിയുടെ പിൻഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്തതാണ് ഇന്നിരിക്കുന്ന ഈ കടൽക്കര മാതാവിൻ്റെ കപ്പേള. കാലപ്പഴക്കം കൊണ്ട് ഈ പുരാതന ദേവാലയത്തിന് പല രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ തന്നെ പല സമയങ്ങളിലും ഈ ദേവാലയത്തിൽ നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും കൊണ്ടും ഇതിന് പുരാതനമായ രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. 2018 മുതലാണ് ഈ ദേവാലയത്തിൻ്റെ നവീകരണവും പുനരുദ്ധാരണവും ആരംഭിച്ചത്. അതിന് നേതൃത്വം നൽകിയത് ആർക്കിടെക്റ്റ് ലിയോ ഫ്രാൻസിസ് ആണ്. പുനരുദ്ധാരണ സമയത്ത് ഈ ഭിത്തികളിലുണ്ടായിരുന്ന നിരവധി ലെയർ പെയിൻറ്റുകളും കുമ്മായങ്ങളും മാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ മാറ്റിയപ്പോഴാണ് ഈ ദേവാലയത്തിൻ്റെ 2 സൈഡ് അൾത്താരകളിലുമുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ ദൃശ്യമാകുന്നത്. അതിൻ്റെ കുറേ ഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റുന്ന ഭാഗം ഇപ്പോഴും അത് ആ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ നിലനിർത്തിയിട്ടുണ്ട്. ഈ പുനരുദ്ധാരണ നവീകരണ പദ്ധതിക്ക് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായവും വിദഗ്ധമായ ഉപദേശങ്ങളും പഠനവും അതുപോലെ പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങളും നിർദ്ദേശങ്ങളും പുരാവസ്തു റിസ്റ്റോറേഷൻ നടത്തുന്നവരുടെ നിർദ്ദേശങ്ങളും നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. 17-18 നൂറ്റാണ്ടുകളിൽ ഏകദേശം 3000-ഓളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇടവകയായിരുന്നു വെണ്ടുരുത്തി. പിന്നീട് നെട്ടൂര്, തൈക്കുടം, പെരുമാരൂർ, പരവുകാട് എന്നിവിടങ്ങളിൽ കുരിശുപള്ളികളും ദേവാലയങ്ങളും സ്ഥാപിക്കുകയും പിന്നീട് അവ ഇടവകകളായി മാറ്റുകയും ചെയ്തു. 1940-ൽ ബ്രിട്ടീഷ് നേവി നേവൽ ബേസിൻ്റെ സ്ഥാപനത്തിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇപ്പോൾ നേവിയുടെ ഓഫീസുകളും വിമാനത്താവളങ്ങളും സ്ഥാപിച്ചിരിക്കുന്ന ഏരിയയിൽ താമസിക്കുന്ന ഏകദേശം 300ഓളം ആളുകളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു. അതിൽ ഏകദേശം ഒരു 200ഓളം കുടുംബങ്ങൾ നെട്ടൂരേക്ക് ആണ് മാറി താമസിച്ചത്. ബാക്കിയുള്ളവർ കൊച്ചിയുടെ പല പ്രദേശങ്ങളിലേക്കും മാറി താമസിച്ചിരിക്കുന്നു. അവിടെ നിന്നിരുന്ന കുരിശിൻ്റെ പള്ളിയും കടൽക്കര മാതാവിൻ്റെ കപ്പിളയും സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ LP സ്കൂളും ഒരു കുഷ്ഠരോഗ ആശുപത്രിയും കാലങ്ങളായി അവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ടി വന്നു. അതിൽ സെൻറ്റ് പീറ്റർ ആൻഡ് പോൾ LP സ്കൂളിൻ്റെ കല്ലും മരങ്ങളും ഉപയോഗിച്ചാണ് നെട്ടൂരത്തെ വിമലഹൃദയ പള്ളി സ്ഥാപിച്ചത്. പിന്നീട് കടൽക്കര മാതാവിൻ്റെ കപ്പേള അവിടെ നിന്ന് പൊളിച്ചു മാറ്റി പള്ളിയുടെ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഏകദേശം 3000 കുടുംബങ്ങളുണ്ടായിരുന്ന വെണ്ടുരുത്തി ഇടവക അങ്ങനെ 50-ൽ താഴെ കുടുംബങ്ങളുള്ള ഒരു ചെറിയ ഇടവകയായി മാറി. ഇപ്പോൾ ഏകദേശം 140 കുടുംബങ്ങളുള്ള വരാപ്പുഴ അതിരൂപതയിലെ ഏറ്റവും പുരാതനമായ ദേവാലയമാണ് വെണ്ടുരുത്തി.